വിശപ്പും ദാരിദ്ര്യവും ജീവിത പരീക്ഷകൾക്കും നടുവിൽ ഒരാൾ ദൈവത്തെ വിട്ടുപോകാതെ നിന്നാൽ എന്ത് സംഭവിക്കും? എല്ലാം നഷ്ടപ്പെട്ടാലും ഭക്തി മാത്രം നഷ്ടപ്പെടാത്ത ഒരു ഭക്തന്റെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഒരു ചെറിയ ഗ്രാമത്തിൽ മഹാദേവന്റെ പരമഭക്തനായ ശിവദാസൻ ജീവിച്ചിരുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. നമഃ ശിവായ. ആദ്യമായി മഹാദേവന്റെ ഒരു ഭക്തികഥയോടെ നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ ഗ്രാമത്തിൽ ശിവദാസൻ എന്ന ഭക്തൻ ജീവിച്ചിരുന്നു. അവൻ അതിയായ ഭക്തിയോടെ മഹാദേവനെ ആരാധിക്കുന്നവനായിരുന്നു. അവന്റെ ജീവിതം വളരെ ദാരിദ്ര്യപൂർണമായിരുന്നെങ്കിലും ദിവസവും പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച് കൂവളത്തില് സമർപ്പിച്ച് ഓം നമഃ ശിവായ എന്ന് ജപിക്കാതെ ഒരു ദിവസവും അവൻ തുടങ്ങാറില്ലായിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിൽ വലിയ വരൾച്ച ഉണ്ടായി. വയലുകൾ എല്ലാം തന്നെ ഉണങ്ങിത്തുടങ്ങി, കിണറുകൾ വറ്റി. ജനങ്ങൾ എല്ലാം വിഷമത്തിലായി. ശിവദാസനും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെട്ടു. എന്നാൽ പോലും അവന്റെ ഭക്തി ഒട്ടും കുറഞ്ഞില്ല. എന്റെ മഹാദേവൻ എന്നെ പരീക്ഷിക്കുകയാണ് എന്ന് അവൻ മനസ്സിൽ കരുതി. ഒരു രാത്രി അതിയായ വിശപ്പോടെ ശിവദാസൻ ക്ഷേത്രത്തിൽ ഇരുന്നു പ്രാർത്ഥിച്ചു. പ്രഭോ, എനിക്ക് ധനം വേണ്ട, സുഖം വേണ്ട, എനിക്ക് നിന്നോടുള്ള ഭക്തി മാത്രം നിലനിൽക്കട്ടെ എന്ന് കണ്ണുനിറച്ചു പറഞ്ഞു. അപ്പോൾ ഒരു വൃദ്ധന്റെ രൂപത്തിൽ മഹാദേവൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വൃദ്ധൻ ചോദിച്ചു, മകനെ, നിനക്ക് ഇത്രയും കഷ്ടം തന്ന ദൈവത്തോട് ദേഷ്യം തോന്നുന്നില്ലേ? ശിവദാസൻ സ്മിതത്തോടെ മറുപടി നൽകി, എന്റെ മഹാദേവൻ എനിക്ക് ദോഷം ചെയ്യില്ല, അവൻ നൽകുന്നതെല്ലാം എന്റെ നന്മക്കായിരിക്കും. അവന്റെ അചഞ്ചലമായ വിശ്വാസം കണ്ട മഹാദേവൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ദിവ്യപ്രകാശം പരന്നു. ശിവദാസാ, നിന്റെ ഭക്തി എന്നെ സന്തോഷിപ്പിച്ചു. നീ സമ്പത്ത് ചോദിച്ചില്ല, ഭക്തി മാത്രം ചോദിച്ചു. അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നു മഹാദേവൻ അനുഗ്രഹിച്ചു. അടുത്ത ദിവസം മുതൽ ഗ്രാമത്തിൽ മഴ പെയ്തു. വയലുകൾ വീണ്ടും പച്ചയായി. ശിവദാസന്റെ ജീവിതവും സമൃദ്ധമായി. എന്നാൽ അവൻ ഒരിക്കലും തന്റെ വിനയം നഷ്ടപ്പെടുത്താതെ പഴയപോലെ ഭക്തിയോടെ മഹാദേവനെ ആരാധിച്ചു. കഥയുടെ സന്ദേശം എന്തെന്നാൽ, പൂർണ്ണഭക്തി ദൈവത്തെ പ്രാപിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. വിശ്വാസവും വിനയവും ഉണ്ടെങ്കിൽ ദൈവകൃപ ഉറപ്പാണ്.